തന്നെ ഇങ്ങനെയുള്ള നീക്കങ്ങളെ എതിർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കിയ രാഘവേട്ടൻ ഇതുപോലൊരു ധർമ്മസമരവുമായി മുന്നോട്ട് വന്നത്. വിഭജിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സുകളെ അകറ്റിക്കൊണ്ട് ഇതുപോലെയുള്ള നിറൈകെട്ട രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി ഇവർ മാറുന്നത് ഞാൻ അധികം ദീർഘ ചോദ്യമാണ്. അവരോടെല്ലാം വ്യക്തിപരമായി എനിക്ക് പറയുവാനുള്ളത്, പാളയത്തെ അതിലും രൂക്ഷമായി കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് ഗാന്ധി ഗാഥനെ പ്രകീർത്തിച്ചുകൊണ്ടുവരുന്ന. അതിനെതിരെ ഇത്രയും ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ വേണ്ടി, അതിനെതിരെ ഇത്രയും സംഘാടനം നടത്തുവാൻ വേണ്ടി MK ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരുടെ പറയുകയുണ്ടായി. ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ചായ പോരാട്ടത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്ന, അനീതിക്കെതിരെ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതാ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയങ്കരനായ പാർലമെന്റ് അംഗം രാഘവേട്ടൻ നടത്തുന്ന ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നേതൃത്വം കൊടുത്ത, നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ രാജ്യത്ത് നിലനിന്നിരുന്ന അനീതികൾക്കെതിരായി കൂടി നടത്തിയ സമരമായിരുന്നു. സാമൂഹ്യ നീതിക്ക് വേണ്ടി കൂടി നടത്തിയ പോരാട്ടമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മറ്റു രാജ്യങ്ങളിലെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളോളം ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനസമൂഹങ്ങളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുകൊണ്ട് നടത്തിയ സമരം. ആ സമരത്തിന്റെ വൈവിധ്യമായ വശങ്ങൾ, അതിനെ ബ്രിട്ടീഷുകാർ നേരിട്ട രീതി, തകർന്നു പോകാതെ, തളർന്നു പോകാതെ, പിന്തിരിഞ്ഞോടാതെ സ്വാതന്ത്ര്യം എന്നുള്ള ലക്ഷ്യമാക്കി നടത്തിയ പോരാട്ടം, അതിനുത്തേജകമായത് ഗാന്ധിയായിരുന്നു, ഗാന്ധിയുടെ ആദർശങ്ങളായിരുന്നു. ലോകം മുഴുവൻ ആരാധനയോടുകൂടി നോക്കിക്കാണുകയാണ് ഇന്നും ഗാന്ധി. ഏറ്റവും വലിയ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെ മജ്ജയും മാംസവുമുള്ള ഒരാൾ ഈ ഭൂമിയിലൂടെ നടന്നുപോയിരുന്നു എന്ന് അടുത്ത നൂറ്റാണ്ടിലുള്ളവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. അത്രയ്ക്ക് വലിയ വിസ്മയമായിരുന്നു ലോകത്തിന്റെ മുന്നിൽ മഹാത്മാഗാന്ധി. അവർ ഗാന്ധിയെ അപമാനിക്കുകയായിരുന്നു. അവർ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരഭടന്മാരെ ബ്രിട്ടീഷ് പട്ടാളത്തിനും പോലീസിനും ഒറ്റുകൊടുത്ത അഞ്ചാം പത്തികൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അവരാണ് ജയിലറകളിൽ ബ്രിട്ടീഷ് പട്ടാള മേധാവികളുടെ ചെരുപ്പ് നക്കി, ഷൂ നക്കി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്ന ആളുകൾ. അവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ എഴുതി കൊടുത്ത വാക്കുകളുണ്ട്. ഞാനിനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല, ഞാനിനി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും എന്ന് പറഞ്ഞ ആളുകൾ, അവരൊക്കെ ഇപ്പോൾ ദേശീയവാദികളായി രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഗതികേടാണ്. അവരെല്ലാം ദേശീയത പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ട വല്ലാത്ത തലമുറയായി പോയി നമ്മുടേത് എന്ന് മാത്രം നമുക്ക് ദുഃഖിക്കാം. ഏറ്റവും അവസാനം വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന, ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്ററായിരുന്ന അരുൺ ഷോറി എഴുതിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് വായിക്കണം. അതിൽ ഈ പറഞ്ഞ അഞ്ചാം പത്തികൾ സ്വാതന്ത്ര്യ സമരകാലത്ത്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഒന്നൊന്നായി വിശദീകരിക്കുന്നുണ്ട്. ഈ അടുത്തിറങ്ങിയ പുസ്തകമാണ്. അത് വായിച്ചു നോക്കിയാൽ അറിയാം. അവരുടെ വക്താക്കൾ ഇന്നും ഇവിടെയുണ്ട്. ഗാന്ധിയുടെ ചിത്രത്തിന് നേരെ നിറയൊഴിച്ച ആളുകൾ,
വീണ്ടും ഗാന്ധിയുടെ വധം പുനരാവിഷ്കരിച്ച ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തുണ്ട്. പക്ഷേ നമ്മൾ കേരളം അഭിമാനത്തോടു കൂടി എക്കാലത്തും നിന്നിരുന്നു. ഗാന്ധിയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരാണ് നമ്മൾ. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ചെയ്തതുപോലെ ആ ഗാന്ധിയെ നിന്ദിക്കുകയും ഗാന്ധിയെ കൊലപ്പെടുത്തിയത് കൊണ്ട് രാജ്യം രക്ഷപ്പെട്ടു എന്ന് പറയുകയും ചെയ്ത ഒരു പ്രൊഫസറാണിവർ. ഞാൻ അവരുടെ പേര് പോലും ഞാൻ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ അന്ന് അവരത് നടത്തിയപ്പോൾ അവരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടേണ്ടതായിരുന്നു. എത്ര ഹീനമായ തരത്തിലാണ് ഗാന്ധി നിന്ന നടത്തുകയും ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സയെ അവർ പ്രകീർത്തിക്കുകയും ചെയ്തത്. ഈ നാട്ടിൽ അങ്ങനെ ചെയ്യാമോ? എന്തൊരു നിന്ദയാണ് ചെയ്തത്. എന്നിട്ട് മാത്രമല്ല, അവർക്കെതിരായി നടപടിയെടുത്തില്ല എന്നത് മാത്രമല്ല, അവർക്ക് കൂടുതൽ സ്ഥാനം നൽകി അവരെ ബഹുമാനിച്ചിരിക്കുന്നു, അവരെ ആദരിച്ചിരിക്കുന്നു, അവരെ ഡീനാക്കി വച്ചിരിക്കുന്നു. എത്ര വലിയ ക്യാമ്പസാണിത്! എത്രയോ എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ ഉൾപ്പെടെ സൃഷ്ടിച്ച ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഉയർന്നു വന്ന് ഈ രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട എത്രയോ പേരെ സൃഷ്ടിച്ച ഈ ക്യാമ്പസിൽ ഈ ഗാന്ധി നിന്ന് നടത്തിയ ഗോഡ്സയെ പ്രകീർത്തിച്ച ഈ അധ്യാപികയെ വലിയ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. അവർക്ക് നൽകാനുള്ള മെസ്സേജ് ഇതാണ്. അവർക്ക് നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മെസ്സേജാണ്. ഗാന്ധി നിന്ന് നടത്തിയതിനും ഗോഡ്സേക്ക് പ്രകീർത്തിച്ചതിനും കേന്ദ്ര സർക്കാർ, മോഡി സർക്കാർ കൊടുത്ത സമ്മാനമാണ് ഈ ഡീൻ പദവി. ഞങ്ങൾ അവരോട് വിനയപൂർവ്വം ആവശ്യപ്പെടുന്നു, നിങ്ങൾ അതിൽ ഒഴിഞ്ഞു പോകണം. കേന്ദ്ര സർക്കാർ അവരെ അതിൽ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ അവരെ അതിൽ നിന്ന് നീക്കം ചെയ്യണം. ഇത് കേരളത്തിന് മാത്രമല്ല, ഈ രാജ്യത്തിന് മുഴുവൻ അപമാനമാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അതിശക്തിയായി പ്രതികരിച്ച ആളാണ് നമ്മുടെ പ്രിയങ്കരനായ MP. ഇന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ഇത് കോഴിക്കോട് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷര നഗരി കൂടിയാണ്, സാംസ്കാരിക തലസ്ഥാനമാണ്. ഈ കോഴിക്കോട് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ കോഴിക്കോടിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനകീയനായ MP അതിൽ ശക്തിയായി പ്രതികരിക്കാൻ അദ്ദേഹം ഗാന്ധിയൻ രീതിയിൽ ഉപവാസം നടത്തി അതിനെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ അദ്ദേഹം എടുത്ത ഈ തീരുമാനത്തെ ഞാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ രാജ്യം മുഴുവനുള്ള ഗാന്ധിയന്മാർ, ഗാന്ധിയെ സ്നേഹിക്കുന്നവർ, ഗാന്ധിയെ ഹൃദയത്തിലേറ്റിയിരിക്കുന്ന മനുഷ്യരുടെ മുഴുവൻ അഭിനന്ദനം അങ്ങേക്കുണ്ടാകും എന്ന് ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു അധ്യാപികയെ അവരെ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളൊരു സാങ്കേതികമായ വിഷയം മാത്രമല്ല, ഇതൊരാശയത്തിന് വേണ്ടി ഉള്ള സമരമാണ്. അങ്ങനെ ഈ സമരത്തെ നിങ്ങൾ ചുരുക്കി കാണരുത്. ഒരു അധ്യാപികയെ ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഒരു MP ഉപവാസം നടത്തേണ്ട ആവശ്യമില്ല. അതിനേക്കാൾ അപ്പുറം നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ തിരിച്ചറിവ് കാണുമ്പോൾ എല്ലാ തരത്തിലും ശക്തിയായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. ഗാന്ധി നിന്ന നടത്തിയാൽ അടങ്ങി വീട്ടിലിരിക്കാൻ കഴിയുന്നവരല്ല നമ്മൾ. അതിനെതിരായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുകയും ചെയ്യും. ഈ രാജ്യത്ത് ഗാന്ധിയെ വിസ്മരിക്കാൻ ശ്രമിക്കുന്നവർ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വിസ്മരിക്കാൻ ശ്രമിക്കുന്നവർ, അവർക്ക് കഴിയില്ല അതിന്. കാരണം ഈ രാജ്യത്തിന്റെ രക്തത്തിൽ DNA-യിൽ ഗാന്ധിയും നെഹ്റുവും എല്ലാം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയില്ല. അവർക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത, അവർക്ക് തകർക്കാൻ കഴിയാത്ത, അവർക്ക് വിസ്മൃതിയിലേക്ക് തള്ളാൻ കഴിയാത്ത ഒന്നാണ് മഹാത്മാഗാന്ധി. അതൊരു വ്യക്തി മാത്രമല്ല, ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന മഹിതമായ ആശയത്തിന്റെ പ്രണേതാവ് കൂടിയാണ് എന്ന് വിനയപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഉപവാസ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് രാഘവേട്ടൻ നടത്തുന്ന ഈ ഉപവാസ സമരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വഖഫ് ബില്ലിനെ എതിർത്തത്.
അത് ഒരു മതത്തിന്റെ ആചാരത്തിലേക്കും അവരുടെ സംസ്കാരത്തിലേക്കും അവരുടെ സാമൂഹ്യമായ സംവിധാനത്തിലേക്കും നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു. ആ ഭേദഗതികൾ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ കൺട്രോൾ മുഴുവൻ വഖഫിൽ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത, അതിനെ പല ശക്തികളും മുനമ്പം വിഷയവുമായിട്ട് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. ഞങ്ങൾ പറഞ്ഞു മുനമ്പം വിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മുനമ്പത്തെ വിഷയം സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ വഖഫ് ബോർഡിനും 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും മുഴുവൻ ക്രൈസ്തവ സംഘടനകളും അവരെ അവിടെ നിന്ന് ഇറക്കി വിടരുത്, മുനമ്പത്ത് നിന്ന് ഇറക്കി വിടരുത്, അവർക്ക് അവിടെ ഒരു പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച ഒരു തർക്കവും കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലുമില്ല, ഒരു മതസംഘടനകളുടെ പേരിലുമില്ല. അതിന്റെ മറവിൽ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഞങ്ങൾ ചോദിക്കുന്ന ഈ വഖഫ് ബില്ല് പാസ്സാക്കിയത് കൊണ്ട് മുനമ്പത്തെ വിഷയം തീരുമോ? തീരാൻ അതിന് മുൻകാല പ്രാബല്യമില്ലല്ലോ, തീരില്ല. എന്നിട്ടും BJP അത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തി ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് 2 മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി ആ 2 മതങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുതലെടുപ്പ് രാഷ്ട്രീയം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞു വഖഫ് ബില്ല് പാസ്സായാൽ അതിന്റെ പുറകെ ചർച്ച് ബില്ല് വരും. നിങ്ങൾ എല്ലാം അറിയണം, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ വെബ് പോർട്ടലിൽ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു ലേഖനമാണ്. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണം, നരേന്ദ്രമോദി സർക്കാർ ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് RSSന്റെ മുഖപത്രത്തിന്റെ വെബ് പോർട്ടലിൽ ലേഖനം. ആ ലേഖനത്തിൽ പറയുന്നത് ഇന്ത്യയിൽ, ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂ ഉടമ, സർക്കാർ ഇതര ഭൂ ഉടമ കാത്തലിക് ചർച്ചാണെന്നാണ് പറഞ്ഞത്. കാത്തലിക് ചർച്ചാണെന്നാണ്. 7 കോടി ഹെക്ടർ സ്ഥലത്തിന്റെ ഉടമയാണ് ഇന്ത്യയിലെ കാത്തലിക് ചർച്ച്. എല്ലാവരും കൂടി 7 കോടി ഹെക്ടർ, അതായത് 17.29 ഏക്കർ, കോടി ഏക്കർ. വെറും 17.29 ഏക്കർ അല്ല, 17.29 കോടി ഏക്കർ സ്ഥലത്തിന്റെ ഉടമകളാണ് കാത്തലിക് ചർച്ച്. അതുകൊണ്ട് അത് അനധികൃതമായി ബ്രിട്ടീഷുകാരുള്ള കാലത്ത് ലീസ് മേടിച്ച് കൈവശം ക്രൈസ്തവർ വച്ചിരിക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് RSS പറഞ്ഞിരിക്കുക. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചുപിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചുപിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നകിരീടമായി പോകുന്നതിന്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന്റെയും രഹസ്യം മനസ്സിലായല്ലോ. ജബൽപൂരിൽ തൃശൂർ ജില്ലക്കാരനായ ഒരു വൈദികനാണ് ഫാദർ ഡേവിസ് ക്രൂരമായി പോലീസിന്റെ മുമ്പിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ഈ വഖഫ് ബില്ലിന്റെ പേരിൽ ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ BJP ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ്, മിനിയാന്ന്, ഒഡീഷയിൽ ഒരു വൈദികൻ, ക്രൈസ്തവ വൈദികൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. ഫാദർ ജോഷി ജോർജ്. ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. പള്ളിയിലേക്ക് 200-300 പോലീസ് കയറി വന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞാൻ വികാരിയാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം സഹവികാരിയാണെന്ന് പറഞ്ഞു. അപ്പ അടി തുടങ്ങിയെന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അപ്പ അടി തുടങ്ങി പോലീസ്, ക്രൂരമായി തല്ലി പോലീസ്. സഹവികാരിയെ നിലത്തിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിരിക്കുകയാണ്. ഷോൾഡർ ബോൺ, ഈ ചുമലിലെ എല്ലൊടിഞ്ഞിരിക്കുകയാണ്. അച്ഛനാണ് വികാരിയും സഹവികാരിയാണ് എന്ന് അറിഞ്ഞപ്പോ പോലീസ്, ഒഡീഷയിലെ പോലീസ് അടി തുടങ്ങി. അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്രൈസ്തവർക്കെതിരായി ഈ രാജ്യത്തുടനീളം വ്യാപകമായ അക്രമങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ വന്ന് ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളത് എന്ന് പറയുന്ന ഈ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ
തിരിച്ചറിയാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വാർത്ത വരുന്നത്. കഴിഞ്ഞ റേഡിയോ മീറ്റിംഗിൽ INTUC ആർ ചന്ദ്രശേഖരനാണ് പഠന സമിതിയെ വെക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇപ്പൊ ആശ്മാർ പറയുന്നത് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളെ വഞ്ചിച്ചു എന്നാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ആ ആക്ഷേപം ഗൗരവമായി പരിശോധിക്കും, ഉറപ്പായിട്ട് പരിശോധിക്കും. കാരണം അത് ഞങ്ങളുടെ നിലപാടല്ല. കേരളത്തിലെ കോൺഗ്രസിന്റെയോ UDFന് അങ്ങനത്തെ ഒരു നിലപാടില്ല. ആശാ സമരത്തിലെ കമ്മീഷൻ വെച്ച് അവസാനിപ്പിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. ആശാ സമരത്തിന് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം, അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണ്, കേരളത്തിലെ UDFന്റെ അഭിപ്രായം അതാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം കോൺഗ്രസ് ആയിട്ടോ UDF ആയിട്ടോ ബന്ധപ്പെട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഗൗരവമായിട്ട് പരിശോധിക്കും. ചന്ദ്രശേഖരനെതിരെ നടപടി ഉണ്ടാവും. അല്ല, ഞാൻ അത്രയല്ലേ പറഞ്ഞല്ലോ, അത് മതിയല്ലോ. അത് അങ്ങനെ വെക്കുള്ളല്ലോ. എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആളുകളല്ലേ അങ്ങോട്ട് വെക്കുള്ളൂ. നിങ്ങൾ ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലോ, CMK രാഘവൻ ഇവിടെ നടത്തുന്ന ഉപവാസം ഒരു അധ്യാപികയെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രമല്ല, അത് ഒരു പ്രത്യയശാസ്ത്രത്തെ കുഴിച്ചുമൂടി വേറൊരു പ്രത്യയശാസ്ത്രത്തെ രാജ്യത്തിന്റെ മീതെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കാണിക്കുന്ന വൃത്തികേടുകൾക്കെതിരെ കൂടിയാണ്. ഇതിന്റെയൊക്കെ തുടർച്ചയാണ്, ഈ ഗാന്ധി നിന്ദയുടെയൊക്കെ തുടർച്ചയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു സിനിമ എടുത്തതിന്റെ പേരിൽ പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും റെയ്ഡ് ചെയ്യുക, അവർക്കെതിരായിട്ട് ഗവൺമെന്റ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുക. അപ്പൊ ഇവിടെ എന്താ ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞാൽ ജയിലിൽ പോവും. അതുകൊണ്ട് സൂക്ഷിക്കണം. സർക്കാരിനെതിരെ പറയരുത്. കേന്ദ്ര സർക്കാരിനെതിരായി വിമർശിച്ചാൽ ദേശവിരുദ്ധരാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഹിറ്റ്ലറുടെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ്, സ്റ്റാലിന്റെ കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ്. അതൊന്നും ഇന്ത്യയിൽ നടപ്പാവില്ല. അവിടെയൊക്കെ ഉള്ള BJP-ക്കാർ തന്നെ BJP ചേർന്ന, അല്ലാതെ പുതിയതായിട്ടൊന്നും ആരും BJP ചേർന്നിട്ടില്ല. അവിടെ ഇതൊക്കെ വെറുതെ ക്യാമ്പയിൻ അല്ലേ, അതൊക്കെ നമുക്കറിയാം. അല്ല, സഭാ നേതൃത്വം അല്ല, അവർക്ക് അറിയാലോ, അവർക്ക് ഇപ്പൊ മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ, വഖഫ് ബില്ലിനും പിന്നാലെ ചർച്ച് ബില്ലും കൂടി വരുന്നുണ്ട്. അതിന്റെ വിഷയമാണ് പറഞ്ഞത്. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തതെന്ന് പറയും. ആ നിലപാട് ഉറച്ച നിലപാടാണ്. അത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടാണ്, ഇന്ത്യ മുന്നണിയുടെ നിലപാടാണ്. ഒരു വ്യത്യാസമില്ല. അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കില്ല. അത് രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ്. ഉറപ്പായിട്ട് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞല്ലോ, നാളെ ഈ വഖഫ് ബില്ല് വരുന്നത് പോലെ ചർച്ച് ബില്ല് വരുമ്പോഴും ഒരു മതത്തിന്റെ അവകാശങ്ങൾക്ക് നേരെ ആര് കടന്നു കയറിയാലും ഞങ്ങൾ ഉണ്ടാവും. പണ്ട് പറഞ്ഞ പോലെ മറ്റവരെ അയൽക്കാരെ അന്വേഷിച്ച് വന്നപ്പോ ഞാൻ മിണ്ടിയില്ല. കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത്. ഇപ്പുറത്തെ വീട്ടില് പോലീസ് അന്വേഷിച്ച് വന്നപ്പോ ഞാൻ അന്വേഷിച്ചില്ല. കാരണം എന്റെ വീട്ടിലല്ല കയറിയത്. നേരെ മുമ്പിലുള്ള വീട്ടിലും പോലീസ് വന്ന് കയറിയപ്പോഴും ഞാൻ മിണ്ടിയില്ല. കാരണം എന്റെ വീട്ടിലല്ല കയറിയത്. അവസാനം എന്റെ വീട്ടിൽ വന്നപ്പോ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ്. ഈ തൊപ്പി ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് തന്നെ വീണയുടെ കേസ് വരിക BJP-യുടെ നിലപാടും ഇത് രണ്ടും കേരളത്തിൽ BJP-യുടെ മൈലേജ് കൂട്ടിയിട്ടില്ലേ? അല്ല, BJP-യുടെ മൈലേജ് കൂട്ടിയ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥ മുഖമാണ് ഞാൻ പറഞ്ഞത്. ക്രൈസ്തവരെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന BJP-യുടെ യഥാർത്ഥ മുഖമാണ് ഞാനിപ്പോ പറഞ്ഞത്. 17.29 കോടി ഏക്കർ. കേരളത്തിലെ ആളുകൾക്ക് നല്ല ബോധമുള്ള ആളുകളാണ്. അവർക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. അതുകൊണ്ടാണല്ലോ BJP-ക്ക് കേരള നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്തത്.